വില്ലേജ് കുക്കിംഗ് വൈബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെറും സ്വാഗതമല്ല, ഒരൊന്നൊന്നര സ്വാഗതം. അതെ, ഇന്ന് നമ്മൾ കാടമുട്ട വെച്ചിട്ടുള്ള ഒരു പരിപാടി കേട്ടാ. 200 കാടമുട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട്. 200 കാടമുട്ട വെച്ചിട്ട് ഒരു അടിപൊളി തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ്. ചോറിൽക്കും ചപ്പാത്തിക്കും പൊറാട്ടയിൽക്കും പത്തിരിയിൽക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി കറി, ഒരു അടിപൊളി വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 200 കാടമുട്ട മേടിച്ചിട്ടുണ്ട്. ഈ കാടമുട്ട ശ്രദ്ധിച്ചിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പണി പാടും. കാടമുട്ട നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ കാടമുട്ട പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ ഇത് കാടമുട്ട പെട്ടെന്ന് തൊണ്ടൊളിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ കാടമുട്ട ഇട്ട് കൊടുത്തിട്ട് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് തൊണ്ടൊളിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം. തണുത്ത വെള്ളത്തേക്ക് നമുക്ക് ഊറ്റിയിട്ടിട്ട് തൊണ്ടൊളിക്കാം. കുറച്ച് റിസ്ക്കാണ്, ശ്രദ്ധിച്ചിട്ട് കാടമുട്ട പൊളിച്ചെടുക്കണം. കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഈ കാടമുട്ട തൊണ്ടൊളിഞ്ഞെടുക്കൽ. പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, എന്തായാലും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കാടമുട്ട നമ്മൾ തൊണ്ടൊളിഞ്ഞിട്ട് എടുക്കുകയാണ്. നല്ല ചോറാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കണം, അതിന് പെട്ടെന്ന് കാടമുട്ട റെഡിയാക്കി എടുക്കണം. വേറെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണത്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പുതിയ പുതിയ അടിപൊളി വീഡിയോസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വെറൈറ്റി വില്ലേജിലുള്ള കുക്കിംഗ്. കാടമുട്ട നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1000 കോഴിക്ക് അപ്പോൾ 200 കാടക്ക് എത്ര കോഴി? ഒരു ചോദ്യം നമ്മളെ പഠിപ്പിച്ച തങ്കമൺ ടീച്ചർ ചോദിക്കേണ്ടി വരും. പഠിക്കണ കാലത്ത് തന്നെ തങ്കമൺ ടീച്ചർ നമ്മളെ ക്ലാസ് കയറ്റിയില്ല. എന്താ പഠിക്കാൻ അത്ര ഉസാറായിരുന്നേ. നൗഫലിന് അതിൻ്റെ ഉത്തരം അറിയില്ല. ആരെങ്കിലും ഉത്തരം അറിയണവര് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാക്കണേ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി. ഉലുവ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് നല്ല ജീരകവും പെരിഞ്ജീരകവും. സവോള, നമ്മുടെ സവോള ഇട്ട് കൊടുക്കട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പ് നമുക്ക് കറിക്കുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ചുവന്നുള്ളി ഒന്നും ചെയ്യായിട്ട് കുറച്ച് ചുവന്നുള്ളി ചതക്ക് ഒന്നും ചെയ്യണ്ട, അതിൽ കിടക്കട്ടെ. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉള്ളി വെന്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, നമ്മുടെ ഇഞ്ചി ചതച്ചത്, ഒന്ന് പച്ചമുളക് ഒന്ന് പോട്ടെ, ഒന്ന് വേവട്ടെ കിടന്നിട്ട്. തക്കാളി ഇട്ട് കൊടുക്കട്ടോ. തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മസാല ആക്കണ്. മല്ലിപ്പൊടി അത്യാവശ്യം ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഒരു 4 ടീസ്പൂൺ കേട്ടോ. മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, കാടയാണ് അപ്പോൾ കുറച്ച് എരിവുണ്ടായിരിക്കട്ടെ. 2.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി സോസും സോയാബീനും
കുറച്ച് കറിവേപ്പില. മസാല റെഡി ആക്കണേ. തീ ചെറുതായിട്ട് വെക്കുക, തീ കൂട്ടരുത്, അധികം കത്തിക്കരുത്. നമ്മൾ അടി പിടിക്കാൻ വേണ്ടിയിട്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് കാടമുട്ട ഇട്ടിട്ട് ഇതിൽ നമുക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കാണ്ട്, എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ കാടമുട്ട ഇതിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കാടമുട്ട കറി അടിപൊളിയായിട്ട് എടുക്കാം. നമുക്ക് വീഡിയോ എടുക്കണ ഈ ഒരു ആടിനെ പിടിച്ചിട്ട് വന്നിട്ട് മസാല കൂട്ടിയടിക്കാം, പൊളിക്കും. വന്ന് പെരടി പിടിക്കാതിരുന്നാൽ മതി, അതാ പ്രശ്നം. കഴിഞ്ഞില്ലേ കാടമുട്ട? ആ കാടമുട്ട ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് 5-8 മുട്ട കൂടെ ഉണ്ട്. ഏകദേശം മസാല ഒക്കെ വെന്തക്കണേ കാടമുട്ട ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് നോക്കല്ലേ. ആ പതുക്കെ നമ്മുടെ കാടമുട്ട കൈ കൊണ്ടേ പതുക്കെ ഇട്ട് കൊടുത്ത് 200 കാടമുട്ട. ഇത് പൊക്കിക്കോ, അവിടെ നിന്ന് പൊക്കിക്കോ, വെള്ളം വീഴണ്ട. ഇത് ഓടിന് പോലെ കാടമുട്ടക്ക് ജീവൻ തോന്നുന്നു, ചാടി കളിക്കുക. നമ്മുടെ കാടമുട്ട ഇതിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് കാട കിടന്നിട്ട് മസാലയിൽ കണ്ട അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തരച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. മസാല കാട മസാല സെറ്റായിട്ടുണ്ട്, അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. നല്ല കട്ടിയാവട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വറുത്തരച്ച മസാലയിലേക്ക് നമ്മുടെ മസാലയിലേക്ക് കാടയിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ചോറാണ് നമ്മൾ ഇതിലേക്ക് കഴിക്കുന്നത്. സാധാരണ ഇത് ഏത് പത്തിരിക്കും പൊറോട്ടയിലേക്കും ഒക്കെ പറ്റും. നമ്മൾ ചോറിലേക്കാണ് കഴിക്കുന്നത്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം. അയ്യോ കറി അതിൻ്റെ സൂപ്പർ, അതിൻ്റെ തിളക്ക് വന്ന് ഉഷാറായി. കണ്ട ഇതേപോലത്തെ കറി ഉണ്ടാക്കി നോക്കി മക്കളെ. അതിൻ്റെ രുചി ഉസറും പുളിയും കാണണമെന്നില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢിയും കിട്ടുള്ളൂ. ചോറ് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം. ടേസ്റ്റ് നോക്കാം. ഇന്ന് കുട്ടികളുണ്ട് കേട്ടോ. പോരെ? നൗഫുല മതിയാവില്ല. ടട്ടോ ചോറ് മതി 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 മതി. ആ മതി, ചോറ് മതി. തൈര് കൂട്ടിയിട്ട് കുറച്ച് കറി നമ്മുടെ ചോറിലേക്ക് അടിപൊളി. മാഷാല്ലാ മാഷാല്ലാ. നമ്മുടെ കറി ഇങ്ങനെ കൂരിയിട്ട് പോകണ്ടല്ലോ അല്ലേ? ആ ഇതാ നമ്മുടെ കറി കേട്ടാ. അടിപൊളിയായിട്ട് കറി ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചും കൂടി കറി എടുക്കാം. നമുക്ക് കഴിച്ചു നോക്കാം. കാടമുട്ടയും ഇങ്ങനെ ചൂട് ചോറും കറിയും അത് കാടമുട്ടൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ, ഒരു ഉഷാറ്. കാടമുട്ട എടുത്തിട്ട് അങ്ങനെ ചൂടുണ്ട് കേട്ടാ. പപ്പടം വെച്ചിട്ടേ പൊടിച്ചു കൊടുത്ത് ഒരു കാടമുട്ട അടിപൊളി ടേസ്റ്റ് ഇട്ടാ. അടിപൊളി അല്ലേ? നോക്കല്ലേ എങ്ങനെച്ചിട്ടുള്ള കാടമുട്ട കറി. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.
കഴിഞ്ഞത് കണ്ടിട്ട് നമ്മളെ യു എ സഹോദരന്മാർ നമുക്ക് മെസ്സേജ് ഒന്നുണ്ടല്ലേ أقول لك هذا أكل 100 والله هذا نمونة جريفي هذا إيش لا حبيب 100 هذا من ترتيب هذا دحين الإمارات أنا بيجي ترتيب هذا نمونة نفسه കണ്ടത്തോളട്ടെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇന്നത്തെ പേട്ടിയാ കളയല്ലേ പൊള്ളി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് മക്കളെ ഒരു സംഭവം തന്നെ